ഹലോ ഫ്രണ്ട്സ്, എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാനുണ്ട്. കേരളത്തിൽ തുടങ്ങാൻ പറ്റുന്ന ലോ റിസ്ക്കുള്ള നല്ല ഹൈ ഡിമാൻഡുള്ള നല്ലൊരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യാവുന്ന ചോദിച്ചിട്ട് അങ്ങനെയുള്ളവർക്കാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ ടേപ്പിൻ്റെ മാനുഫാക്ചറിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്കറിയാം, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, ഇലക്ട്രിക്കൽ വർക്ക്, സോളാർ, EV, റിപ്പയർസ്, അങ്ങനെ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ മിക്കപ്പോഴും കാണേണ്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ ടേപ്പ്. ഒരുപാട് ഹൈ ക്വാണ്ടിറ്റിയിലെ ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റാണ്. എല്ലായിടത്തും ഈ ഒരു പ്രോഡക്റ്റ് വേണമെന്നുള്ള മേൽ പറഞ്ഞ ഇൻഡസ്ട്രികളിലെല്ലാം തന്നെ ഇതിനെ ഒരു ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റാണ്. സാധാരണ പുറത്തുനിന്ന് വരുന്നതാണ് കേരളത്തിലെ ഈ പ്രോഡക്റ്റുകൾ ഭൂരിഭാഗം. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോക്കലി നമ്മൾ ഉണ്ടാക്കിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ക്വാളിറ്റി സപ്ലൈസിന് എങ്ങനെ വന്നു കഴിഞ്ഞാലും നല്ലൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് തന്നെ നേടിക്കാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടപ്പ് കോസ്റ്റ് എങ്ങനെ വെച്ചാൽ 5 ലക്ഷം രൂപ 12 ലക്ഷം രൂപ വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വീടിൻ്റെ ഷെഡിലോ അല്ലെങ്കിൽ ചെറിയ സ്മോൾ യൂണിറ്റിലൊക്കെ നമുക്ക് ഈ ഒരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ മെഷീനറീസ് ആൻഡ് ടൂൾസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള മെഷീനറീസാണ്. ഒന്ന്, നമ്മുടെ ഇതിൻ്റെ PVC ഫിലിമിൽ അഡ്ഹസീവ് കോട്ട് ചെയ്ത് അതൊന്ന് ഡ്രൈ ചെയ്യാനുള്ളൊരു മെഷീൻ വേണം. അതേപോലെ തന്നെ ഇതിന് സ്ലിറ്റിംഗ് ആൻഡ് റിവൈൻഡിംഗ് ഉള്ളൊരു മെഷീൻ. പിന്നെ ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ പാക്ക് ചെയ്ത് സെയിൽസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പാക്കേജിങ് സെറ്റപ്പ് കൂടെ വേണം. ഇതിന് വേണ്ടി റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ PVC ഫിലിം, പിന്നെ റബ്ബർ ബേസ്ഡ് അഡ്ഹസീവ്, പിന്നെ പേപ്പറിൻ്റെ കോർ. ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ലോക്കലി തന്നെ സോഴ്സ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ. അതായത് B2B ഇന്ത്യ മട്ടൊക്കെ വഴി അതും ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രോസസ് എങ്ങനെയാണെങ്കിലും നമ്മൾ PVC ഫിലിമിൽ അഡ്ഹസീവ് അപ്ലൈ, അതായത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിന് ഡ്രൈ ചെയ്തെടുക്കാനാണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം അതിന് നമുക്ക് ആവശ്യമുള്ള വിടത്തിലേക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വിടത്ത് നോർമലുണ്ട് അതിലേക്കോ അല്ലെങ്കിൽ അൺഈവൻ ആയിട്ടുള്ള സൈസസ് വേണമെങ്കിൽ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ റോൾ ചെയ്തിട്ട് നമ്മൾ 10 ബണ്ടിൽ 20 ബണ്ടിൽ ഒക്കെ ആയിട്ട് നമ്മളതിനെ പാക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് നോക്കണം. നമുക്ക് ഇലക്ട്രിക്കൽ ഷോപ്പുകളിൽ, റീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഹാർഡ്വെയർ ഡീലേഴ്സിൽ, വാട്സ്ആപ്പ്, B2B, ഇൻസ്റ്റാഗ്രാം റീൽസ്, ആമസോൺ മ്യൂസിക്, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രോഫിറ്റ് മാർജിൻ ആവറേജ് നോക്കുകയാണെങ്കിൽ 25 to 60% മാർജിനുള്ളൊരു മേഖലയാണ്. ബൾക്ക് ഓർഡേഴ്സ്, അതുപോലെ മന്ത്ലി സ്റ്റഡി ഡിമാൻഡുള്ള മന്ത്ലി സ്റ്റഡി ആയിട്ടുള്ള ഇൻകം വരുന്ന ഒരു മേഖല കൂടിയാണ്. ഇതിന് സ്കെയിലബിലിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ആളുകൾ, നല്ല മെഷീനറീസ്, അതുപോലെ കൂടുതൽ ബ്രാൻഡിങ്ങും പാക്കേജിംഗ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് കൂടുതൽ കളർ വേരിയൻസുകൾ, അതുപോലെ പ്രൈവറ്റ് ലാബലിംഗ്, അതുപോലെ നമുക്ക് ഇന്ത്യയുടെ പുറത്തേക്ക്, നമുക്ക് ഗൾഫിലേക്കും ആഫ്രിക്കയിലേക്കും ഒക്കെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനൊക്കെ പോസിബിലിറ്റി നല്ലൊരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഈ ഒരു ബിസിനസ് ആശയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ, ആശയങ്ങളൊക്കെ ഈ വീഡിയോക്ക് താഴെ ചെയ്യുക. അതുപോലെ ഈ ബിസിനസ്സിൻ്റെ PDF കഴിയാൻ വേണ്ടിയിട്ട് വീഡിയോക്ക് താഴെ BG എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ബിസിനസ് കൺസൾട്ടേഷനൊക്കെ വേണ്ടി മാനുഫാക്ചറിംഗ് ബിസിനസ് രംഗത്ത് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടൻസി 1-to-1 കമൻറ്റ് ചെയ്യുക.